إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് നസീഹത്തോടുകൂടി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സൂറത്തുൽ ബയ്യിനയിലെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വനഫാ വയുഖീമുസ് സ്വലാത്ത വയൂത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിം എന്ന ആയത്ത് ആണ് ആമുഖമായി ഓതി വെച്ചിരുന്നത്. മതത്തെ അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കി നേരായ ഋജുമാനസനായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കരിക്കുവാനും സകാത്ത് കൊടുക്കുവാനും മാത്രമാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതത്രേ ചൊവ്വായ മതം എന്ന അർത്ഥമാണ് ആ ആയത്തിനുള്ളത്. അതിൽ ഇഖ്ലാസോടുകൂടി മുഖ്ലിസീന ലഹുദ്ദീൻ, മതത്തെ നിഷ്കളങ്കമാക്കി നിയ്യത്ത് നന്നാക്കി അനുവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രതിഫല സങ്കേതമായ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ശാശ്വത സങ്കേതമായ നരകത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇവ രണ്ടിനെയും കുറിച്ച് വളരെ ലഘുവായ ഒരു ഓർമ്മ ഉണ്ടായിരുന്നാൽ പോരാ എന്നുള്ളതാണ് 40 ഖുദ്സിയായ ഹദീസുകൾ എന്നുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹദീസ് എടുത്തുകൊണ്ട് നാം പറഞ്ഞു വെച്ചത്. അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ച് എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതുവരെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സിലും നിരൂപിക്കാനാവാത്ത അനുഗ്രഹങ്ങളുള്ള സ്വർഗം എന്നാണ്. ഒരുപാട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച്, സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്, ഇതിനപ്പുറമാണ്. ഇതുവരെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, നമ്മുടെ മനസ്സിൽ നിരൂപിക്കാൻ പോലും ആവാത്ത അനുഗ്രഹമാണ് സ്വർഗം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. 70,000 മലക്കുകൾ കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടും എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കുതിരിച്ചാടാൻ ഒരുങ്ങുന്ന ഒരു നരകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നല്ല പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ സ്വർഗത്തിൽ എത്തിച്ചേരാൻ
എന്ത് ചെയ്യണമെന്നും ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് അതിനുള്ള വഴിയെന്നും അതിന് ലഘുവായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിൽ കരുതി നിയ്യത്തോടെ ആവുക എന്നുള്ളതും നന്മ ചെയ്യുന്നതിൻ്റെ സമയവും സ്ഥലവും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതുമാണ് പറഞ്ഞു വെച്ചത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അധികം ത്യാഗമോ ഭാരമോ ഇല്ലാത്ത ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഒരുപാട് നന്മകൾ ചെയ്യാം. എന്തിന്? ഉറക്കത്തിൽ ഞെട്ടിയുണർന്നാൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതും നമ്മളൊരു ദുസ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു പോയാൽ പോലും 3 നന്മകൾ അവിടെ ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കുക. രണ്ടാമത്, അല്പം ഒന്ന് ഇളകിക്കിടക്കുക. രണ്ടാമത്, ആ ശ്രദ്ധ മാറാൻ വേണ്ടി നീരില്ലാത്ത വിധത്തിൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക. ഈ 3 സുന്നത്തുകൾ ഒരു ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ പോലും ചെയ്യാനായി പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ഇങ്ങനെ നോക്കിയാൽ ഇന്നത്തെ കാര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഉണരുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലിയോ? ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടോ? ഇടതുകാൽ വെച്ചുകൊണ്ടാണോ നമ്മൾ പ്രവേശിച്ചത്? തിരിച്ച് നമ്മൾ കയറുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചോ? വലതുകാൽ വെച്ചുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നുവോ? നമ്മൾ അങ്ങനെ നോക്കിയാൽ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ വലത് കൈ കൊണ്ട് ആരംഭിച്ചോ? ബിസ്മി ചൊല്ലിയോ? കഴിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുവോ? ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അതിനുള്ള പ്രാർത്ഥന ചൊല്ലിയോ? ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മൾ അതിന് ജവാബ് നൽകിയോ? ഇങ്ങനെ അങ്ങോട്ട് വാഹനം, 2 വീലറും കാറും ബസ്സും ട്രെയിനും ഒക്കെ ആയി നമ്മൾ ദിവസേന നിരന്തരം വാഹനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന. ഈ വാഹനത്തെ അള്ളാഹുവെ നീയാണ് എനിക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റോടുകൂടിയാണോ നമ്മുടെ സമയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരു പുഞ്ചിരി മുതൽ അങ്ങോട്ട് ഒരായത്ത് അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അർത്ഥം നോക്കി തഫ്സീർ നോക്കിക്കൊണ്ട് വായിക്കുക, ഇങ്ങനെ തുടങ്ങി നമ്മൾക്ക് നാളെ തുലാസിൽ നന്മതിന്മകൾ തൂക്കി നോക്കുന്ന തുലാസിൽ നമുക്ക് ഭാരം നൽകാൻ എന്തൊക്കെ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പലതും ചെയ്തത് നിയ്യത്തോടു കൂടി അല്ലാതായി പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ നമ്മുടെ നാളെ തുലാസിൽ ഭാരം തിന്മയും നന്മയും ഒരുപോലെ നിൽക്കുമ്പോൾ സുഹൃത്തിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ നോട്ട് ബുക്ക് നോക്കി അവനൊന്ന് പ്രചോദിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള അധ്യാപകരെ ഒരു നല്ല വാക്കുകൊണ്ട് നന്മ പറഞ്ഞതായിരിക്കാം നാളെ തുലാസിൽ കനം തൂങ്ങുക എന്ന്. അങ്ങനെ ഓരോ നമ്മുടെ ഏത് തൊഴിൽ മേഖലയിലാണോ അവിടെയുള്ള നന്മകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ജപ്പാനിൽ ഡിവൈസ് ഫ്രീ ഡേ ആചരിക്കാറുണ്ടത്രേ. ഒരു ദിവസം ഫോണുകളൊക്കെ നമ്മളൊക്കെ ഡിവൈസിൽ കൂടുതൽ സമയം ചെലവഴിച്ചു പോകുന്നവരാണ്. മനഃപൂർവ്വം ഒരല്പസമയം അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രൈം ടൈമിനെ കുറിച്ച് നേരത്തെ കുറെ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച പറമ്പിലേക്ക് ഇറങ്ങി ഒരു ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കുകളൊക്കെ പെറുക്കി ഒഴിവാക്കിക്കൊണ്ടോ വെള്ളം കെട്ടി നിൽക്കുന്ന തൊണ്ടുകൾ ഇതാക്കണം, ഇങ്ങനെ നന്മയുടെ ഏതെല്ലാം മേഖലകളുണ്ടോ ഒരു ഭാരവുമില്ലാതെ നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യാവുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണമെന്നാണ്. ഇങ്ങനെ വമൻ സ്വകുലത്ത് മവാസീനു ഫൗവി ഈശത്തി റളിയ, ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവനാണ് നാളെ വിജയിക്കുക എന്ന് നമ്മൾക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു നന്മയെയും നിസ്സാരമായി കാണരുത്, സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും. അപ്പൊ നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന നന്മ ഒരിക്കലും നിസ്സാരമായി നമ്മൾ കാണേണ്ട. അതൊരു പക്ഷേ അതായിരിക്കാം നമ്മളെ രക്ഷക്കെത്തുന്നത്. അങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് മനസ്സന്തോഷവും സമാധാനവും നൽകുന്നതായി ചില 1, 2, 3 ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നമ്മൾ
ഓർത്തു. അതുപോലെ ബുഖാരിയുടെ അവസാനത്തെ ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 2 കലിമത്തുകൾ, നാവിന് വളരെ മൃദുവായ, തുലാസിൽ കനം തൂങ്ങുന്ന, നാളെ ഹബീബ് റഹ്മാനായ റബ്ബിന് വളരെ പ്രിയപ്പെട്ട സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അങ്ങനെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ചില ദിക്റുകൾ, നമ്മൾ തെറ്റ് ചിന്തിച്ചു പോകുന്ന അവസരത്തിൽ ഇത്തരം നന്മയിലേക്ക് തിരിച്ചു വരാൻ, ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇങ്ങനെ ത്യാഗം അഥവാ അധികം ആവശ്യമില്ലാത്ത നന്മകൾ ചെയ്തു തുടങ്ങിയാൽ അള്ളാഹു നമ്മിലേക്ക് കൂടുതൽ വേഗത്തിൽ അടുക്കുമെന്നാണല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ത്യാഗമുള്ള നന്മ നമുക്ക് ചെയ്യാനാവും. ഇന്ന് 5 മിനിറ്റാണ് നമ്മൾ നന്മയിൽ നിയ്യത്തോടുകൂടി ചെലവഴിച്ചെങ്കിൽ നാളെ 10 മിനിറ്റ് ചെയ്യാനുള്ള ഒരു താക്കത്തും തൗഫീഖും അള്ളാഹു നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബാദത്തുൽ അദാനി തരീഖു സദഖ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പുല്ല് ഒരു പള്ളി കോമ്പൗണ്ടിൽ നിന്ന് പറിച്ചൊഴിവാക്കിയാൽ, ഒരു ഉപദ്രവം വഴിയിൽ നിന്ന് നീക്കം ചെയ്താൽ, മനുഷ്യന് ബുദ്ധിമുട്ടായ ഒരു വൃക്ഷക്കൊമ്പ് വെട്ടി ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ സ്വർഗത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലായ്പ്പോഴും ഗുണകാംക്ഷ പുലർത്താനും നന്മ ചെയ്യാനും നമ്മൾ മുന്നോട്ട് വരണം എന്ന്. എന്താണ് നസീഹത്ത്? എന്താണ് ഗുണകാംക്ഷ? ആരോടാണ് നമ്മൾ ഗുണകാംക്ഷ കാണിക്കേണ്ടത്? ഒന്നാമതായി അള്ളാഹുവിനോടാണ് നമ്മൾ ഗുണത്തിനുള്ള പ്രതീക്ഷ പുലർത്തേണ്ടത്. പിന്നെ നമ്മുടെ സമസൃഷ്ടികളോടാണ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല രൂപം പുലർത്തേണ്ടത്. ഒരു പണ്ഡിതൻ വിദേശത്തൊരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പിൽ ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു പുസ്തകമാക്കി ഇറക്കിയാൽ കൊള്ളാമെന്ന് അത് ക്ലാസ് സംഘടിപ്പിച്ച ഒരു പ്രാദേശിക കൂട്ടായ്മക്ക് തോന്നി. അവരൊരു പുസ്തകമാക്കി അടിച്ചിറക്കി. കൊല്ലങ്ങൾ 20 കഴിഞ്ഞു. ഈ പണ്ഡിതനോട് വിയോജിപ്പുള്ള കുറെ ആളുകൾ 20 വർഷം കഴിഞ്ഞപ്പോൾ ഗവേഷണം നടത്തുകയാണ്. ഇതിൽ എന്തൊക്കെയാണ് തെറ്റുള്ളത് ഈ പുസ്തകത്തിൽ, ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ, ഇദ്ദേഹത്തിൽ ആരോപിക്കപ്പെടാൻ. ഈ 20 വർഷവും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരത് നോക്കിയിട്ടില്ല. അപ്പോ ഇത് ദീനിനോടുള്ള ഗുണകാംക്ഷയാണോ? ഒരാളുടെ സംസാരത്തിലോ ഒരാളുടെ പുസ്തകത്തിലോ ഉള്ള ഒരു സ്ഖലിതം 20 വർഷങ്ങൾക്ക് ശേഷം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് നസീഹത്താണോ? നമ്മളോട് നസീഹത്താണ് മതം എന്ന് പഠിപ്പിച്ച പ്രവാചകനെ ഓർത്തുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊരു ഫിത്നയാണ്. ഫിത്നയെ കുറിച്ച് വളരെ ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയാം, പ്രമുഖനായ സഹാബിയാണ്. ഒരു ഗിഫാർ ഗോത്രത്തെ ഒന്നാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മുസ്ലിമായി കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹത്തിന് നമ്മൾ ഇന്ന് നമുക്ക് ആവശ്യമുള്ള ധനം കഴിച്ച് ബാക്കിയെല്ലാം ചെലവഴിക്കണമെന്നൊരു വാദമുണ്ടായിരുന്നു. നന്മയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമായപ്പോൾ ഇതിങ്ങനെ ജനങ്ങളുടെ പ്രചരിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, കണിശമായ നീതിയും നിയമവും ഒക്കെ പുലർത്തുന്ന ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഉടനെ ഈ വാദം എത്രത്തോളം അദ്ദേഹത്തിൽ ഉണ്ട് എന്നറിയാൻ വേണ്ടി ഒരു പണക്കിഴി അദ്ദേഹത്തിന് കൊടുത്തയക്കാം. ഒരു അസർ നമസ്കാരം നേരത്തെ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണ്, ബൈത്തുൽ മാലിൽ നിന്ന് അനുവദിച്ചതാണ്. രണ്ടാമത് പിറ്റേന്ന് രാവിലെ വേറൊരു രാജദൂതനെ അയച്ചു, അത് അഡ്രസ്സ് തെറ്റിപ്പോയതാണ്, നിങ്ങൾക്കല്ല, അത് വേറൊരാൾക്കാണ്. അബൂദർ ഗിഫാരി പറഞ്ഞു, ഇന്നലത്തെ ചെലവിന് കഴിച്ചുള്ളതൊക്കെ ബാക്കി ഞാൻ സദഖ ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാണിംഗ് കൊടുത്തു, ഇത് അതിന് കടന്നതാണ്. ഈ ഒരു വാദം നിങ്ങൾ സമൂഹത്തിൽ പറയരുത്. കണിശമായ നിലപാടുള്ള ഉമറിനനുസരിച്ച് കൊണ്ട് ആ കാലം അങ്ങനെ സൈലന്റായി പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോൾ ചില പ്രദേശങ്ങളിലെ ഗവർണർമാരുടെ ജീവിതത്തിലെ ചില സൗകര്യങ്ങളെ അടക്കം അബൂദർ ഗിഫാരി വിമർശിക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ അടക്കമുള്ള, അല്ലെങ്കിൽ മുആവിയ അടക്കമുള്ള ഒക്കെ നന്മയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ഫിത്ന വ്യാപിക്കുന്നത് നമുക്കറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതം, ഒരു നടപടി ഒരാൾക്ക് എതിരെ എടുക്കാൻ വളരെയധികം ലജ്ജിക്കുന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുകയും
റബ്ദ എന്ന സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ ഉള്ള ശിക്ഷ നൽകുകയും ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് മരിച്ച അദ്ദേഹത്തിന്റെ മരിക്കാനായപ്പോൾ ആ വേവലാദ്യം അത് വഴിയരികിലേക്ക് എടുത്തു വെച്ചോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ വന്ന് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം കൂടിയായിരുന്നു. അത് നിങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് മരിക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു ഫിത്ന വ്യാപിക്കുന്നത് ഏത് നന്മയുടെ പേരിലായിരുന്നാലും മുസ്ലിം സമൂഹം നമ്മുടെ മുൻഗാമികൾ എത്രത്തോളം ഗൗരവമായി കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരിയായ തഖ്വ എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ, നിയ്യത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. നമ്മൾ നല്ല നീണ്ട താടിയുള്ള 5 നേരവും പള്ളിയിലെത്തുന്ന ആളുകളെ നമ്മൾ വിലയിരുത്താറുള്ളത് നല്ല തെക്കുവയുള്ള ആളുകളാണ്. ചില ചിഹ്നങ്ങൾ, ചില പ്രദർശനങ്ങൾ അല്ലെങ്കിൽ ചില അടയാളങ്ങൾ മാത്രം നമ്മൾ നന്നായി കാണുകയും ചിലതിനോട് വൈകാരികമായി സമീപിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുരീതി. ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള പണ്ഡിതൻ സുജൂദിൽ നിന്ന് ഉണരുമ്പോൾ ഇങ്ങനെ മുഷ്ടി കുത്തി എഴുന്നേൽക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സുന്നത്തിൽ വളരെ കണിശത പുലർത്തും നമ്മൾ. എന്നാൽ റുക്കൂഇൽ നേരെ നിൽക്കണമെന്നും ഹദീസുണ്ട്. അത്തഹിയാത്തുൽ ഇന്ന രൂപത്തിൽ കാല് വെക്കണമെന്നും ഹദീസുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആള് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്നേരം ചർച്ചയായിട്ടില്ല. അപ്പൊ അതിനോടൊക്കെ ഇത് വലിയ ഒരു സുന്നത്തായി അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ കാര്യങ്ങളെ കുറിച്ച് പറയുകയോ അല്ല. ചിലതിനോട് നമുക്ക് വൈകാരികമായ ഒരടുപ്പവും ചിലതിനെ നമ്മൾ അശ്രദ്ധമായി തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്ത് കൈ കെട്ടണമെന്ന് ആയിഷ ബീവിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടത് കൈ അലാ സദ്രിഹി നെഞ്ചിൽ വെച്ചു, അതിന് മുകളിൽ വലത് കൈ വെച്ചു നമസ്കരിക്കാൻ നിന്നു. നമ്മളത് കണിശമായി പുലർത്തണം, അല്ലെങ്കിൽ പുലർത്തുന്നവരാണ്. അതുപോലെ റമദാൻ അല്ലാത്ത കാലത്തും ആയ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ൽ കൂടുതൽ റക്അത്തിൽ കൂടുതൽ രാത്രി നമസ്കരിച്ചിട്ടില്ല എന്ന ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ അതിനോട് കണിശത പുലർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കണിശത പുലർത്തണം. എന്നാൽ ചില വിഭാഗങ്ങൾ ഇതല്ല, ഇങ്ങനെയല്ല, അങ്ങനെയും ആവാമെന്ന് പറയുന്നു. അവരെ നമ്മൾ ശക്തിയുക്തം ഇത് വിശ്വസിക്കുന്നവർ വിമർശിക്കാറുണ്ട്. എന്നാൽ ഒരു വിഭാഗവും കളവ് പറയണമെന്ന് പറയുന്നില്ല, ഒരു വിഭാഗവും പരദൂഷണം പറയണമെന്ന് പറയുന്നില്ല. അത് നമ്മുടെ ആദർശമാവുന്നില്ല. നെഞ്ചത്ത് കൈകെട്ടുകയും പരന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കളവ് പറയാതിരിക്കുക എന്നുള്ളത് ആദർശമാകുന്നില്ല. മറ്റുള്ളവനെ പറ്റി അവനില്ലാത്തപ്പോൾ ഇഷ്ടമില്ലാത്തത് പറയുക എന്ന പരദൂഷണം ആദർശമാവുന്നില്ല. ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സഫിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കടലിൽ കലക്ക് മാറ് വിഷമുള്ളതാണ് നീ പറഞ്ഞത്, കുറിയവളല്ല എന്ന് പറഞ്ഞതാണ്. വിശദീകരിക്കുന്നില്ല. സഹോദരന്റെ മാംസം, നമ്മൾ മനുഷ്യമാംസം തിന്നാറില്ല, പച്ചയ്ക്ക് തീരെ തിന്നാറില്ല, മൃഗത്തിന്റെ മാംസം നിന്ന് തിന്നാറില്ല. എന്നാൽ പച്ചയ്ക്ക് സ്വന്തം സഹോദരന്റെ മാംസം തിന്നതിനോടാണ് പരദൂഷണത്തെ കുറിച്ച് അള്ളാഹു ഉപമിച്ചത്. ചുരുക്കത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്ന നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ അശ്രദ്ധ കൊണ്ട് വിട്ടുപോകുന്നു എന്ന് ഉണർത്തുകയാണ്. ഇബ്നു ബത്തൂത്ത മാളിനെ കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദുബൈയിൽ ഒരു വലിയ മാളാണ്. അവിടെ ഒരു ദിവസം ഇങ്ങനെ ട്രൗസറൊക്കെ ഇട്ടെന്നാണ് 3/4 ഇട്ട ഒരു ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ നടന്നു പോവുക. അദ്ദേഹത്തിന്റെ കയ്യിൽ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്. വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറേ ദൂരം നടന്നു. അത് കണ്ടവർക്കറിയാം, ഒരുപാട് ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. കുറേ ദൂരം അദ്ദേഹം ഈ കുപ്പിയായി നടന്ന് അപ്പുറത്ത് ഒരു ചെടിയുണ്ട്, അതിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു. അവിടുന്ന് അദ്ദേഹം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവിടുന്ന് കുറേ ദൂരം നടന്നിട്ട് വേറൊരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചു. ഇതൊരു മുസ്ലിം അല്ലാത്ത ഒരു ഇംഗ്ലീഷുകാരനെ അനുവർത്തിച്ച ഒരു സുന്നത്താണ്.
നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിച്ചാൽ, ട്രെയിനിലാണെങ്കിൽ, ബസ്സിലാണെങ്കിൽ, ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയതാണെങ്കിൽ ഒരു ഗ്ലാസ് എവിടെ ഉപേക്ഷിക്കും? നമ്മൾ ആലോചിക്കുക. ഈ അടുത്തുള്ള ലക്സ്മോർ ഓഡിറ്റോറിയത്തിലെ മുതലാളി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആളുകളുടെ പരിപാടി നടത്തിയാൽ, ഒരു പരിപാടി നടത്തിയിട്ട് 30 ചാക്ക് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മളത് അശ്രദ്ധമായി ഉപേക്ഷിക്കുന്നു. ഇത് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന് ആലോചിക്കാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യക്ഷമായി നമ്മൾ മനസ്സിലാക്കുന്നതല്ല തഖ്വ എന്ന് നമ്മൾ ഒരിക്കൽ അങ്ങനെ മനസ്സിലാക്കണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഹാബികളായിട്ട് നിൽക്കുകയാണ്. ഞാനൊരു സ്വർഗാവകാശിയെ കാണിച്ചു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുകയാണ്, ആരാണ് ആ സ്വർഗാവകാശി? അപ്പോൾ ഇടത് കയ്യിൽ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒളുവിൻ്റെ അവയവങ്ങളിൽ നിന്ന് വെള്ളം ഇറ്റുന്നിടത്തിൽ ഒരാളങ്ങനെ നടന്നു പോയി. സഅദ് ഇബ്നു അബീ വഖാസാണ് റളിയല്ലാഹു അൻഹു ആണ് അതെന്ന് ചരിത്രം പറയുന്നത്. അയാൾ പോയിട്ട് നിസ്കരിച്ചു, അങ്ങനെ പോയി. രണ്ടാമത്തും മൂന്നാമത്തെയും പ്രാവശ്യം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ ആവർത്തിച്ചു. അപ്പോഴൊക്കെ പോയത് സഅദ് തന്നെയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംറിന് തോന്നി, അത് ശരിയല്ലതാ, നമ്മൾക്കും കൂടി സ്വർഗത്തിൽ പോകണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അംർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. 2 ദിവസം താമസിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിരീക്ഷിച്ചു. ഒരു പ്രത്യേകതയും കാണുന്നില്ല. 3-ാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വാപ്പനോട് തെറ്റിയിട്ടൊന്നും വന്നതല്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, ഞാനിതൊക്കെയാണ് തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തിരിച്ചു പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു അംറിനെ വിളിച്ചുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നൊരു കാര്യമുണ്ട്, രാത്രി ഒരാളോട് ദേഷ്യം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറില്ല. ഇനി നമ്മൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് തിരിച്ചു വരാം. എത്രത്തോളം വിദ്വേഷം നമ്മളെ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ച് സൂക്ഷിക്കുന്നു. നമ്മുടെ ഉറക്ക് ഫസാദാവുന്നത്, നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഫസാദാവുന്നത് ഇതുകൊണ്ടാണോ എന്ന് ആലോചിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അംർ അള്ളാഹു സത്യപ്പെടുത്തുന്നുണ്ട്, വല്ലാഹി ഇത് തന്നെയായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വർഗാവകാശിയായി പറഞ്ഞത് എന്നാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. കാര്യങ്ങൾ ഇനിയുമുണ്ട്. അള്ളാഹു നന്മ അനുവർത്തിച്ചുകൊണ്ട് നന്മ തിന്മകളെ മായ്ക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ കൂടുതൽ ചെയ്തുകൊണ്ട്, ഒരു തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട്, നിയ്യത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശികളാവാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ നല്ല മനക്കരുത്തും നന്മയിൽ മുന്നേറാനുള്ള ശേഷിയും അത് അർത്ഥബോധത്തോടുകൂടി നിയ്യത്തോടുകൂടി അനുവർത്തിക്കാനുള്ള വിചാരവുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണമേ റബ്ബേ. ഞങ്ങളുള്ള മാനസികവും ശാരീരികവുമായ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നീ സാധിച്ചു തരണേ തമ്പുരാനെ. ചീത്തയിൽ നിന്ന് ഞങ്ങളെ നീ പിന്തിരിപ്പിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ പോരായ്മകൾ നീ പുറത്തു തരണമേ അള്ളാഹു. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ഗുരുനാഥന്മാർ, വിദ്യാർത്ഥികൾ, മക്കള്, ഇണകൾ, അവർക്കൊക്കെ നീ പരലോകമോക്ഷം നൽകണേ അള്ളാഹുവെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.